guys, welcome to my channel. ഹായ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൈ വെച്ച് തന്നെ തുടങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തോ ഒരു സംഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. നിങ്ങൾ എന്തായാലും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ടൈറ്റിൽ പറയുന്ന പോലെ ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്പും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും ആ ബ്യൂട്ടി ടിപ്പ്, റിസൾട്ട് തരുന്നതാണോ? 100% 99 ഒന്നുമല്ല, 100% റിസൾട്ട് തരുന്ന ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പൊ വെറും 2 ഐറ്റംസ് വെച്ചിട്ട്, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 2 ഐറ്റംസ് വെച്ചിട്ട് ഗൈസ് ഒരു സൂപ്പർ ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇത് ഒരുപോലെ ഗേൾസിനും ബോയ്സിനും ചെയ്യാവുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഞാൻ എന്താണ് 2 ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ താരങ്ങൾ ഏതൊക്കെയാന്ന് കാണാം. ഓക്കെ, കണ്ടോളൂ. എഗ്, ഇത് കാണുമ്പോൾ മനസ്സിലാവണം മുട്ടയാണെന്നല്ലേ. അപ്പൊ മുട്ടയാണ് ഒരു ഇൻഗ്രീഡിയന്റ്. പിന്നെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചെറുനാരങ്ങയാണ്. ഈ 2 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് 2 ജസ്റ്റ് വെറുതെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും അല്ലെ. ഈ എഗ് വൈറ്റ്, ഇതിന്റെ വൈറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ എഗ് വൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അധികം നമ്മുടെ ഫേസിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ് മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത്. പിന്നെ ചെറുനാരങ്ങ നീരിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ല ഒരു എന്താ പറയാ വൈറ്റനിങ് ഒരു സംഭവമാണ് ഈ ചെറുനാരങ്ങ നീര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഇന്ന് ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. കണ്ടാലോ നമുക്ക് ഇത് എങ്ങനെയാണ്. എഗ് വൈറ്റ് എടുക്കാനൊക്കെ അറിയായിരിക്കും ചിലവർക്ക്, പക്ഷെ ഞാൻ പറഞ്ഞു തരാം. ഓടി പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഹാൻഡ് വാഷ് അല്ല, ഫേസ് വാഷ് ആണ്. ഈ ഫേസ് വാഷ് ഹിമാലയയുടെ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ, ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ്. ഏറ്റവും ഞാൻ പറയട്ടെ, ഞാൻ യൂസ് ചെയ്തത് വെച്ച് ഏറ്റവും നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു ഫേസ് വാഷ് ആണ്. ഇതൊക്കെ കിട്ടും. അപ്പൊ ഇതാണ് ഏറ്റവും നല്ല ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ഫേസിലാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഫേസിൽ അപ്ലൈ ചെയ്യാം, കാലിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ കൈകളിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിന്ന് നിങ്ങൾക്ക് കൈമയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ നമ്മൾ നല്ലോണം വൃത്തിയാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫേസ് വാഷ് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈ നല്ലോണം കഴുകിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗായ്സ് ഇത് നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കുറേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം. ഓക്കെ, ഇത്ര ആവശ്യമുള്ളൂ. ഓക്കെ, ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വെച്ചിട്ട് ഞാൻ കൈ നല്ലോണം വാഷ് ചെയ്തിട്ട് വരാം. നമ്മൾ ഇവിടെയാണല്ലോ പറ്റുന്നത്. അപ്പൊ അവിടെ നല്ലോണം നല്ലൊരു, നിങ്ങൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോടാണ് പറയുന്നത്, സോപ്പ് ഉപയോഗിക്കുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിർത്തണം. കാരണം അത് ഉപയോഗിക്കുന്നത് വഴി പല ഇതുകളും നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സോപ്പ് ഫ്രീ ആണ്. അപ്പൊ അധികം ഇതിൽ സോപ്പിന്റെ കണ്ടന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കൈ നല്ലോണം കഴുകിയിട്ടുണ്ട്, മീൻസ് കഴുകിയിട്ടില്ല, അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കാം. ഓക്കെ, മുട്ടയുടെ വെള്ളയാണ് ഇടുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഇടാം, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാൽ മതി ഗൈസ്. കണ്ടില്ലേ, ഇത്രയും പൊട്ടിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടി പൊട്ടിക്കാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഇത് കണ്ടോ, ആ എഗ് വൈറ്റ് മാത്രമാണ് വരണത്. ഓക്കെ, ഇത് മീൻസ് ഇത് കുറച്ച് കൂടുതലുണ്ടാവും നമ്മുടെ കൈക്ക് അല്ലെങ്കിൽ ഫേസിന്. ഒരു ദിവസത്തിനേക്കാളും കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊരു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടില്ല, ഇത്രയുണ്ട്, കണ്ട, അത്രയുണ്ട്. അപ്പൊ നമ്മൾ എന്തൊരു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഇത്രയും ഉള്ള കാരണമുണ്ട്, ഇത് കുറച്ച് കൂടുതലുണ്ട് കൺസിസ്റ്റൻസി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാ, ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കുറേ ദിവസം ഒന്നും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത്. ഒരു ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയാലും കുഴപ്പമില്ല, 2 ദിവസം വെച്ചാലും സീൻ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ചെറുനാരങ്ങ നീരാണ്. ഓക്കെ, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ കളറിങ് അല്ലെങ്കിൽ വൈറ്റനിങ് തരുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോറി, അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
ഇതിപ്പോൾ ഞാൻ ഒരു ഇതാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ള കാരണം കൊണ്ട് ഞാൻ അടുത്ത നാരങ്ങയുടെ ഇത് ഒഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇത് രണ്ടും കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ പത വരണ പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഗായ്സ്, ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഫേസ് പാക്കിൻ്റെ സംഭവം അത് ഒഴിച്ചു കൊടുക്കുവാണ്. ഓക്കെ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു ക്രീമി സംഭവം പോലെ നമുക്ക് കിട്ടണം. ഇപ്പോൾ ക്രീമി ആയിട്ടുണ്ട് ഗായ്സ്. ഇപ്പം നമ്മളുടെ ആ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗമ്മ് നമ്മൾ പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് വേണം നമ്മളിത് കണ്ട് ഒഴിച്ചു കൊടുക്കാൻ. അതിപ്പോൾ ഏത് പാനായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചത് നമ്മൾ ശരിക്കും ദോശ ചൂടുന്ന പാനാണെങ്കിൽ ചിലപ്പോൾ മീൻസ് നമ്മളിപ്പോൾ വേറെ വല്ല പാൻ ഉണ്ടെങ്കിൽ അതിലായിരിക്കും ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ അത് ഒരു ക്രീമി ടൈപ്പ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. വല്ലാണ്ട് മീൻസ് നമ്മൾ കഴിക്കാനല്ലല്ലോ, അപ്പോൾ മുഖത്ത് പറ്റാന്നല്ലെങ്കിൽ കൈമ പറ്റാനാണല്ലോ. അപ്പോൾ ഇതൊരു ക്രീമി സംഭവം പോലെ ഇരിക്കണം. ഓക്കെ, ഇതിപ്പോൾ ക്രീമി ഒരു ടച്ച് ആയിട്ടുണ്ട്. കുറേ നേരിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഈ ഒരു കളർ ചേഞ്ച് കിട്ടണ വരെ ഇളക്കിയാൽ മതി. നമുക്കിത് ഇനി അപ്ലൈ ചെയ്യാം. കൈമയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൈമ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് ഇങ്ങനെ എടുക്കുക, കണ്ടില്ലേ, ഇതിനെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ക്രീമി ആ ഒരു കൺസിസ്റ്റൻസി അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക്? ക്രീമി ആണത് അല്ലേ, കണ്ടോ? അത് നമ്മളിങ്ങനെ കൈമോ പറ്റി കൊടുക്കാം. ഫേസിലാണെങ്കിൽ ഫേസിൽ പറ്റി കൊടുക്കുക, കാലുമയാണെങ്കിൽ കാലുമ പറ്റി കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം പറ്റി കൊടുക്കണം നമ്മുടെ കൈമോ. ഫേസിലാണെങ്കിൽ ഈ ഹൃദാവിൻ്റെ അവിടെയൊക്കെ ചിലവർ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ചിലവർ അവിടേക്ക് പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ കഴുത്ത് ശ്രദ്ധിക്കണം. അത് ഫേസിൽ പറ്റുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ. കാരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൈമ ചെയ്യുന്നത്. ഞാൻ സാധാരണ ഫേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് നല്ലോണം പറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഉണങ്ങും. അപ്പം നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യണം. എഗ് വൈറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് വൈറ്റിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ, അപ്പോൾ എഗ് വൈറ്റിന് 2 പ്രാവശ്യം അപ്ലൈ ചെയ്യണം. 1 ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിത് അപ്ലൈ ചെയ്യും. ഇത് നമുക്കൊരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ വേഗം തന്നെ ഇത് ഉണങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗായ്സ്, ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇത് അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ ഫേസിലാകുമ്പോൾ ചിലപ്പോൾ ഒരു പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവില്ല, അന്ന് തന്നെ നമുക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, നല്ലോണം അപ്ലൈ ചെയ്യണം ഫേസിൽ കേട്ടാ. ഇതിപ്പോൾ ഞാൻ കൈമയായിരുന്നു, നിങ്ങൾക്ക് വെറുതെ ഒരു ഡെമോ പോലെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ കൈമ ചെയ്യുന്നത്. പിന്നെ ബ്യൂട്ടി സംഭവങ്ങൾ ഞാൻ കുറേ ട്രൈ ചെയ്യാറുണ്ട് വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും വലിയൊരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇത് നല്ലോണം ഒരു ഹെൽപ്ഫുൾ ആവും. ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നല്ല ഒരു ഇതായിട്ടുണ്ട്, കണ്ടില്ലേ ഗായ്സ്. ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിതുമ്പോൾ കുറച്ച് വെള്ളം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേഗം അത് ചെയ്യരുത്. അപ്പം ഞാനിതിപ്പോൾ വെള്ളം ഇതായിട്ടുണ്ട്. അപ്പം നല്ലോണം ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫേസ് ആണെങ്കിൽ തന്നെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കുറച്ച് ക്യാമറയുടെ ഒരു പ്രശ്നമുണ്ട്. അത്രയ്ക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഞാനിത് ഇവിടെ വെച്ചിട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലതല്ലേ. ഞാനിങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം മസാജ് ചെയ്യണം. നല്ലോണം മസാജ് ചെയ്യണം, മുകളിലോട്ട് അടിയിലോട്ട് നല്ലോണം മസാജ് ചെയ്യണം. അത് മറക്കരുത്. ഇപ്പം ഞാൻ നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു ഗ്ലോ കിട്ടുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിതൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാവേ. ഞാൻ തുടയ്ക്കുവാണ് ചെയ്യുന്നത്.
കൈ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഞാൻ തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് വാഷ് ഔട്ട് ചെയ്ത് വന്നേക്കാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ ആ കളർ വ്യത്യാസം വന്നത്, അല്ലെങ്കിൽ ആ ചേഞ്ച് വന്നത്, അല്ലെങ്കിൽ ആ ഗ്ലോ എൻ്റെ കൈ തൊടുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഗായ്സ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ഇത് ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ പറയാൻ സോറി, നിങ്ങൾ ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. കാരണം ഭയങ്കര പാടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. 2 ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സംഭവങ്ങളാണ്. ആ 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. റിസൾട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ചെയ്യാത്ത കൈയും ചെയ്ത കൈയും തമ്മിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ചേഞ്ച് വന്നത്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഗായ്സ്? ഭയങ്കര റിസൾട്ട് തരണ ഓൺ ദ സ്പോട്ടിൽ. ഇപ്പം ഞാൻ ഫേസിൽ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു സൂപ്പർ ആയിരിക്കും. നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യും. ഇവിടെ ഭയങ്കര സ്മൂത്ത്, പിന്നെ ഭയങ്കര സോഫ്റ്റും ആയിട്ടുണ്ട്. ഇത് ഒരുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും ട്രൈ ഔട്ട് ചെയ്യണം. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് റിസൾട്ട് എന്നോട് പറയണം. അതെ, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ആ ചേഞ്ച് വന്നതുണ്ടോ എൻ്റെ കൈ? കണ്ടില്ലേ? കുറച്ചുകൂടി അകലെ വെക്കുമ്പോഴാണ് ആ ചേഞ്ച് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ ആ സോഫ്റ്റ് വന്നതുണ്ടോ? ഇവിടെ നോക്കൂ, ഇവിടെ പക്ഷെ ആ കുറച്ച് ഇരുണ്ട് മീൻസ് കുറച്ച് ലൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഈ കൈ വെക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആ വിരലുകളുടെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? പിന്നെ കണ്ടില്ലേ? ഞാൻ ചെയ്ത കൈയും ചെയ്യാത്ത കൈയുമാണ് ഗായ്സ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ വേറൊരു കിടിലൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ തോന്നിയാസം അൺലിമിറ്റഡ്.